എല്ലാ കൂട്ടുകാർക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ LPUP സിലബസ് മുഴുവൻ കവർ ചെയ്ത് LPUPയിൽ ഉയർന്ന റാങ്ക് നേടാം എന്നതാണ്. നമ്മുടെ മുന്നിലുള്ളത് 45 ദിവസമാണ്. ആ 45 ദിവസം കൊണ്ട് കഠിന പ്രയത്നത്തിലൂടെ നമുക്ക് LPUPയിൽ ഉയർന്ന റാങ്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യം സിലബസ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. പാർട്ട് 1 ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് കേരള ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ലോക ചരിത്രം, കറണ്ട് അഫെയർസ്, അതായത് ഈ ടോപ്പിക്കുമായി റിലേറ്റഡ് ചെയ്തിരിക്കുന്ന കറണ്ട് അഫെയർസ് അടക്കം ഹിസ്റ്ററിയിൽ നിന്ന് 12 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. അടുത്തത് ജോഗ്രഫിയിൽ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹശാസ്ത്രം, ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കറണ്ട് അഫെയർസും എല്ലാം കൂടി മാർക്ക് 7 മാർക്ക്. അപ്പോൾ നമുക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതാ? അപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർക്ക് കൂടുതൽ വരുന്നത് ഏതിലാണ്? ഹിസ്റ്ററിയിലാണ്. ഹിസ്റ്ററിയും ജോഗ്രഫിയും നമുക്ക് എങ്ങനെ പഠിക്കാം? SCERTയിലൂടെ തന്നെ വേണം ഹിസ്റ്ററിയും ജോഗ്രഫിയും കവർ ചെയ്യാൻ. എല്ലാ ക്വസ്റ്റ്യൻസും SCERT 3 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് നിന്നായിരിക്കും. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. പാർട്ട് 3 26 മാർക്കിലാണ് വരുന്നത്. അതായത് നമ്മുടെ സയൻസ്, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, പിന്നെ ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കറണ്ട് അഫെയർസും. ഹിസ്റ്ററിനേക്കാളും ജോഗ്രഫിനെക്കാളും മാർക്ക് ഏതിലുണ്ട്? നമ്മുടെ സയൻസിനുണ്ട്. എവിടെ എത്ര മാർക്കുണ്ട്? 26 മാർക്കുണ്ട്. അതും ഏതിലൂടെ പഠിക്കുന്നതാണ് നല്ലത്? SCERT ടെക്സ്റ്റ് ബുക്കിലൂടെ നന്നായി പഠിക്കുക. 26 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. SCERT കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. ജീവശാസ്ത്രത്തിലെ കുറച്ച് ടോപ്പിക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ബാക്കി വീഡിയോസും കൂടി ഞാൻ തരുന്നതായിരിക്കും. പിന്നെയുള്ളത് പാർട്ട് 4 ഗണിതം. ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണ വരെ മാത്സ് 10 മാർക്കിനായിരുന്നു. ഇപ്രാവശ്യം മാത്സ് 15 മാർക്കിനുണ്ട്. പിന്നെ നമ്മുടെ സൈക്കോളജി, അല്ലേ? സൈക്കോളജി എത്ര മാർക്കിന്? എപ്പോഴും പോലെ സൈക്കോളജി 20 മാർക്കിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ദിവസത്തെ ടൈം ടേബിളിലും ഏതുണ്ടാവണം? ഗണിതവും സൈക്കോളജിയും ഉണ്ടാവണം. ഗണിതം നമ്മുടെ മാത്സ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? എപ്പോഴും വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ ഓരോ ടോപ്പിക്കും എടുക്കുക, ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും മാത്സ് വർക്കൗട്ട് ചെയ്യുക. പാർട്ട് 6 ജനറൽ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത, ഇപ്രാവശ്യം ജനറൽ ഇംഗ്ലീഷ് 3 ഭാഗമായിട്ടാണ് ഉള്ളത്. ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, ഗ്രാമർ, പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, അങ്ങനെ 3 പാർട്ടായി തിരിച്ചിട്ടുണ്ട്. അതിൽ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അൺഫെമിലിയർ ആയിട്ടുള്ള പാസേജ് തരും, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ നമ്മുടെ എപ്പോഴും ചോദിക്കുന്ന ഗ്രാമർ പോർഷൻ. പിന്നെ എന്താ? പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ്. അപ്പം നമ്മൾ ആ പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ്ങിനും കൂടി എന്ത് കൊടുക്കുക? ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ വരുന്നത് മലയാളം എത്ര മാർക്കിന്? മലയാളം 10 മാർക്കിന്. ശ്രദ്ധിക്കണം, ഇപ്രാവശ്യമാണ് LPUPയിൽ മലയാളം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം 10 മാർക്കിനുണ്ട്. മലയാളം പഠിക്കുമ്പോൾ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചാൽ മതി. സിമ്പിൾ ഗ്രാമർ മാത്രമേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കണം. ഈ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് റീസെൻ്റായിട്ട് നടന്ന PSCയുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കീയും ഡിസ്കഷനും നടത്തിയിട്ടുണ്ട്. കാണാത്ത എല്ലാ കൂട്ടുകാരും കാണുക. ഇനിയും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാണ് ഡെയിലി സ്റ്റഡി പ്ലാൻ. അതായത് ഏർലി മോർണിംഗ് 5 to 7 AM 5 to 7 AM നമുക്ക് രാവിലെ എത്ര മണിക്കൂർ കിട്ടും? 2 മണിക്കൂർ കിട്ടും. പിന്നെ ആ 7 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 9 to 12:30, 12:30 വരെ എടുത്താൽ 3.5 മണിക്കൂർ കിട്ടും. ആഫ്റ്റർനൂൺ 12:30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടങ്ങുന്നത് 2 മണിക്കാണ്. 2 to 4:30 2.5 മണിക്കൂർ കിട്ടും. നൈറ്റ് ടൈം 7 to 8 1 മണിക്കൂർ കിട്ടും. അതുപോലെ ലൈറ്റ് നൈറ്റ് സ്റ്റഡി 9 to 11 2 അവർ കിട്ടും. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് 500 അവേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ മണിക്കൂർ നന്നായി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് നല്ല സ്കോറ് ഏതിലും മേടിക്കാൻ പറ്റും? LPUPയിൽ മേടിക്കാൻ പറ്റും. ഇനി കൂടുതൽ വീഡിയോസ് വരാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്.